വദനാർബുദത്തിനെതിരെ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ക്യാൻവിൻ ദൗത്യം ആരംഭിക്കുന്നു. വദനാർബുദം പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തി ചികിത്സ നൽകുന്നതിനായാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വദനാർബുദം പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തി സമയബന്ധിത ചികിത്സ ഉറപ്പാക്കുകയും മരണനിരക്കും ഗുരുതര പ്രത്യാഘാതങ്ങളും കുറയ്ക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. സംസ്ഥാനത്ത് വദനാർബുദ വ്യാപനം ഉയരുന്ന സാഹചര്യത്തിൽ കേരളം മുഴുവൻ പ്രവർത്തിക്കുന്ന ഏകദേശം 7000 ഡെന്റൽ ക്ലിനിക്കുകൾ പ്രാഥമിക കണ്ടെത്തൽ കേന്ദ്രങ്ങളായി മാറും. ഇതിനായി പ്രത്യേക പരിശീലനം നൽകിയിട്ടുണ്ട്. സ്കൂൾ കുട്ടികൾ, ദീർഘദൂര ലോറി ഡ്രൈവർമാർ, കുടിയേറ്റ തൊഴിലാളികൾ എന്നിവരിൽ രോഗവർധന ആശങ്കാജനകമാണെന്ന് IDA ഭാരവാഹികൾ അറിയിച്ചു. വായിൽ ഭേദമാകാത്ത മുറിവുകൾ, ചുവപ്പോ വെള്ളയോ പാടുകൾ, അസാധാരണ വളർച്ചകൾ, വേദന, രക്തസ്രാവം, വായ് തുറക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ഡെന്റൽ പരിശോധന നടത്തണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. സമീപത്തുള്ള ഡെന്റിസ്റ്റുകളെ കണ്ടെത്താൻ സഹായിക്കുന്ന വെബ്സൈറ്റും പദ്ധതിയുടെ ഭാഗമായി ആരംഭിക്കും. പദ്ധതിയുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച കോഴിക്കോട് നടക്കുന്ന ചടങ്ങിൽ പ്രശസ്ത അർബുദ വിദഗ്ധൻ VP ഗംഗാധരൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികളായ ഡോക്ടർ ജസീൽ, ഡോക്ടർ ഷാനിബ്, ഡോക്ടർ ഫമീസ, ഡോക്ടർ അലീഫ്, ഡോക്ടർ ജാസിർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ ചാനൽ ന്യൂസ്, മലപ്പുറം. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്,